നമസ്കാരം. രാഗാലാപന സെഷനിൽ നമ്മൾ ഇന്ന് ശ്രീരാഗമാണ് നോക്കാൻ പോകുന്നത്. ശ്രീവല്ലക്ഷ്മി എന്ന കൃതിയിൽ നമ്മൾ ശ്രീരാഗം നോക്കിയിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഒരു ആരോഹണം, അവരോഹണം, അതുപോലെ ചെറിയ ആലാപ് വായിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് രാഗത്തിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആ രാഗത്തിൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന സംഗതികൾ, അതിൽ വരുന്ന സ്വരത്തിൻ്റെ ഗമക പ്രയോഗങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു ബേസിക് ഐഡിയ നമുക്ക് തരാൻ ശ്രമിക്കാം. അതിൽ നിന്ന് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് സ്വന്തമായിട്ടുള്ള രീതിയിൽ രാഗത്തിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാം, രാഗാലാപന മനോധർമ്മമാണ്. അവരവരുടേതായ ശൈലികളിലാണ് ഓരോരുത്തരും വായിച്ചു വരുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ചില സംഗതിസ് ഉണ്ടാകാം. എന്നിരുന്നാലും നമ്മൾ രാഗം ഡെവലപ്പ് ചെയ്ത് വരുന്നത് അവരവരുടേതായ ശൈലികളിലൂടെയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ആരോഹണം അവരോഹണം എല്ലാവർക്കും അറിയാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, കൂടിയരി, ശുദ്ധമധ്യമം, പഞ്ചമം, കൈശികി നിഷാദം, താരത്താഴ്ച. അപ്പോൾ ഇത്രയുമാണ് ആരോഹണത്തിൽ ഔഢവമായിട്ട് 5 സ്വരങ്ങളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് ആരോഹണത്തിൽ. അവരോഹണത്തിൽ വരുമ്പോൾ അവിടെ കൈശികി നിഷാദം, സനി പദ നി പമരി ഗരി സ. ഞാൻ മുമ്പ് ഒരു തവണ സൂചിപ്പിച്ചതുപോലെ ഈ രാഗത്തിൽ 2 രീതിയിലുള്ള പാഠങ്ങളുണ്ട്, 2 സ്കൂളുകളുണ്ട്. ത്യാഗരാജസ്വാമികളുടെ സമ്പ്രദായത്തിൽ പദനിപമ എന്ന പ്രയോഗം ഇല്ല. അതില് സനിവമരി ഗരി സ എന്നേ ഉള്ളൂ. അതേസമയം ദീക്ഷിതർ സമ്പ്രദായത്തില് പദനിപമ എന്ന പ്രയോഗം വരുന്നുണ്ട്. അപ്പോൾ പദനിപമ ഇല്ലാതെ തന്നെ ശ്രീരാഗത്തിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുണ്ട് എന്തരോ മഹാവിനെ പോലുള്ള കൃതികളിൽ. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ദൈവതം, ചതുശ്രുതി ദൈവതമാണ്. നിഷാദം കൈശികി നിഷാദമാണ്, അറിയാമല്ലോ. തിരിച്ചു വരുമ്പോൾ ഗാന്ധാരം, സാധാരണ ഗാന്ധാരം കൂടെ വരും. അപ്പോൾ എല്ലാ രാഗവും വായിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു അക്ഷുപ്തികം, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്രേസ് വായിക്കും. ആ രാഗത്തിൻ്റെ ക്യാരക്ടറിനെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഫ്രേസ്. അത് കേൾവിക്കാർക്ക് കൺഫ്യൂഷൻ വരാതെ ആ രാഗത്തെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഏതെങ്കിലും ഒരു ഫ്രേസ് വായിച്ച് നിർത്തിയിട്ടാണ് രാഗത്തിനെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്, മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതൊരു ഫ്രേസ് നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. റിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം, നല്ല രസമായിട്ടിരിക്കും. ഗരി സരി ഗരി ഗരി സരി ഗരി നീ. ആ പിടി സായിൽ നിന്ന് നീയിലേക്ക് ഒരു ഗ്ലൈഡാണ്, ജാറു. സനിപ ഫേസ് വായിച്ച് നിർത്തുക. പിന്നെ അരിയിൽ നമുക്ക് കുറച്ച് വായിക്കാം.
ഗരി സരി ഗരി സരി ഹനിവ തേർഡ് ഗരി തേർഡ് മരി മാ പമാ ഹരി ധനിവ പനീരിനെ സാ. പിന്നെ അടുത്തത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാം അടുത്ത നോട്ടുകളിലേക്ക്. മണിഭവരേ ആ ഒരു പ്രയോഗം വരണം. മബനി 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 ബമരി ന രേ മരേ മാനി മരേ ആ മബനി പമരി ഗരി രേ ഹരേ രേ ഹരി ഹരി രേ മഗ രേ ഹരി നിസ രേ മാ പനി പമരി ഗരി പമ പ പ പ. ഇനി പഞ്ചമത്തിലെ വിമാരി വിമപമ്മ. അത് നമ്മുടെ കേരള കൃതിയിലെ ഒരു പോർഷനാണ്. ചന്ദുറുവന്നു നീ. ആ പോർഷൻ എടുത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ചില ചില ഫ്രേസസ് കീർത്തനങ്ങളിൽ നമുക്ക് കിട്ടും. മവനീ മപ്പ മവനി പനി മവരേ നാ Rimani Rigat Na Papa Papa Pani Pama Na Nirimabani Nisarima Nini Panidanipa
ரிமபனி பனிச பனி சரி சரிவ பனி சரி கிரி சரி கிரி சரி கிரி கிரி சரி கிரி காரி சனிபா மரி பாமணி பசானி நிச பனிதற்றி நீகிருதரிகற்றி சற்றினி நிரிதனிபா பனி சற்றி தீப்பமரி மாடவல்ல തന്നെ தீப்பமரி மபாமரே ஏகரி தரிக தீசா சரி பனி சரி ம பனி சரி கரி சரி வ பனி சரி ம மரி கரி சரி சரி மம மரி மரி சரி 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 பனி ம மப மரே கரி நிரி மனி ரி மரே கரி சாணி மரே கரி நிசரி மரி ரி பனி ச நிசரி ம பனி சரி ரி சரி ப மரி சரி பனி ச பனி சரி ம மரி ரி சரி பனி ச பனி சரி ம மரி ரி ம மரி ரி ம மரி ரி சரி பனி ச பனி சரி ம பனி சச்சனி பதனி ப மரி கரி ச பனி ச பனி சரி கரி சனி பனி ச பனி சரி ம பனி சச்ச சனி பதனி ப மரி கரி ச பனி சரி ரி ம ப ரி ம பனி ம பனி சரி கரி டி ச சனி நி ப சாணி ப மரே கரி ச சாரிணி பாதனி ப மரே கரி
പനി രേ ഗരി ധനി പ പനി ധനി രേ നേ സാ. ഇത് ആ രാഗത്തിൻ്റെ ഒരു ഫ്രെയിം മാത്രമാണ്. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് സാധനം ചെയ്ത് മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ കേട്ട് സ്വന്തമായിട്ടുള്ള ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക.